വാക്കുകൾ ഇടറാതെ ഒരു കള്ളം പറയാൻ പറ്റുന്നു. അതാണ് ഈ രാഷ്ട്രീയക്കാരുടെ മറ്റുള്ള ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. ഞാൻ അപ്പം വേണം, അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പോലെ തെറ്റ് ചെയ്തിട്ടും കിടന്ന് മെഴുകരുത്. പ്രണയം തോന്നുന്ന, സ്നേഹം തോന്നുന്ന, കാമം തോന്നുന്ന ആൾക്കാർ കല്യാണം കഴിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. കാരണം മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നീ പകപോക്കുവാണല്ലേടാ എന്ന് പറയണ പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഗോവിന്ദ ചാമര അടുത്തോട്ടാണോ അഭിപ്രായം പറയുമ്പോൾ ചോദിക്കണേ. ഗണേഷ് കുമാറിന് ഉണ്ടായ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു, നില കൊടുത്തിരുന്നത്. കണ്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മൾ ഗോവിന്ദ ചാമര അടുത്ത് പോയിട്ടാണോ അഭിപ്രായം ചോദിക്കുക? അല്ലല്ലോ. അതായത് ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ നേരെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തോട്ടാണ്. ശരി, രാഹുൽ മാങ്കൂട്ടൻ ചോദിക്കണമായിരുന്നു, എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്നത്? എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരണം പറയാൻ ഒരു അർഹതയും ഇല്ലാത്ത ആളാണ്. കാരണം കഴിഞ്ഞ മാസം എന്താണ് ഇതുപോലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ അണ്ണാക്കിൽ പിരിവിട്ടിയ പോലെ പുള്ളി ചായം കുടിച്ച് വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് ഒന്നും കിട്ടിയില്ല. അതേ മാധ്യമപ്രവർത്തകർ ചോദിക്കണമായിരുന്നു, ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി ഈ ശുഷ്കാന്തി എന്ന്? ഗണേഷ് കുമാറിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാനുള്ള ശുഷ്കാന്തി അന്ന് കണ്ടില്ലല്ലോ. ഇപ്പോൾ എവിടെ നിന്നാണ് പുതുതായിട്ട് ഇങ്ങനെ ഒരു ശുഷ്കാന്തി വന്നത്? അപ്പോൾ മറ്റുള്ളവന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഡയലോഗ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സ്വന്തം കാര്യം വരുമ്പോൾ മിണ്ടാട്ടം മുട്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പോലും യോഗ്യനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിപ്രായം ശരിക്കും ഭയങ്കരമായിട്ടുള്ള കോമഡിയാണ്. കാരണം നമുക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അല്ലാണ്ട് കുറേ മൂട് താങ്ങികളായിട്ടുള്ള കുറേ പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അത് അപമാനമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടിന് ഓരോ അഭിപ്രായം പറയുന്നതോറും കോൺഗ്രസ് പാർട്ടിയെ രാഹുൽ മാങ്കൂട്ടം നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ പെൺവിഷയത്തിലെങ്കിലും പുള്ളിയുടെ അഭിപ്രായം പറിച്ചിട്ട് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. 5000 പ്രണയങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത് ഗണേഷ് കുമാർ വിഷയം ചോദിച്ചിട്ട് നീ ഇങ്ങനെ എന്നോട് ചൗണ്ടറായിട്ട് ചോദിച്ചാൽ മതി. ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാവുന്ന സ്ഥിതിയാണത്. അതായത് നിലവിൽ ഒരു ഭാര്യ ഉണ്ടായിട്ട് പോലും 5000 പ്രണയങ്ങൾ എനിക്കുണ്ട് എന്ന് തുറന്നു മാധ്യമങ്ങളോട് പറയുന്ന ഒരു നേതാവ്, അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ മാധ്യമങ്ങൾ തിരിച്ചു പോകുന്നു. എന്താണ് പറയാനുള്ളത്? അവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾ തന്നെ അത് തിരിച്ച് ചോദിക്കണമായിരുന്നു. ഇപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ ഈ ഒരു കാര്യം, ഇത് അതേ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അവരിരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിട്ടും മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് അവിഹിതം എന്നല്ലേ പറയുന്നത്? അത് അദ്ദേഹം ചിലപ്പോൾ കോമഡി പോലെ പറഞ്ഞായിരിക്കും. പിന്നെ 5000 ഒക്കെ അല്ല, നമ്മൾക്ക് ഒരു ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഒരു കാമുകി ഉണ്ടെങ്കിൽ അത് കൂടാതെ മറ്റൊരു പെൺകുട്ടിയിലേക്ക് മറ്റൊരു സ്ത്രീയിലേക്ക് പോകുന്നത് തന്നെ ശരിയല്ല. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല വിവാഹം എന്നുള്ളത്. പല പെണ്ണുങ്ങളോട് പ്രണയം തോന്നുന്ന, സ്നേഹം തോന്നുന്ന, കാമം തോന്നുന്ന ആൾക്കാർ കല്യാണം കഴിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ചതിക്കുന്നതിന് തുല്യമാണത്. അതായത് പലരോട് പ്രേമം തോന്നുമെങ്കിൽ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഒരാളെ വീട്ടിൽ അടുക്കളപ്പണി എടുപ്പിക്കാനോ? എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളെയും നമ്മുടെ ഈ സ്വഭാവമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് വേണം ആ പെണ്ണിൻ്റെ ജീവിതത്തിലോട്ട് കടക്കാൻ, അല്ലേ? അങ്ങനെ പലരോട് തോന്നുന്ന പെണ്ണുങ്ങളും വിവാഹം കഴിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, പിന്നെ മക്കൾ ഒക്കെ ആയിട്ടുള്ളൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഈ പറയുന്ന പോലെ പെണ്ണുങ്ങളോടും മറ്റൊക്കെ പലതരത്തിൽ ഈ കാമകളി അങ്ങനെ. അതായത് ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംഭവമാണ്. അതിനിടയിൽ ഒരു മറ്റു പെണ്ണ് വരുന്നതോ മറ്റൊക്കെ ഒരു അവിഹിതം പോലെ തന്നെ കണക്കാക്കപ്പെടും. പിന്നെ ഈ കാലത്ത് ഫ്രണ്ടാണ്, ബെസ്റ്റിയാണ്, ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിർത്തുന്നുണ്ട്. എന്നിരുന്നാലും പല പെണ്ണുങ്ങളോട് സ്നേഹം തോന്നുന്ന, കാമം തോന്നുന്ന ആൾക്കാർ കല്യാണം കഴിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഗണേഷ് കുമാർ പറഞ്ഞു മീഡിയക്കാർക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തപ്പോൾ അവരെൻ്റെ തലയെ കയറി തിന്നു എന്ന്. നീ ഇപ്പം മീഡിയക്കാരോട് സംസാരിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം പോലും. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, മീഡിയക്കാർ ഈ പറയുന്ന പോലെ നമ്മൾ ഈ തീറ്റിട്ട് കൊടുത്തിട്ട് അത് വന്ന് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരല്ലല്ലോ. ഒരാൾ ശരി ചെയ്താൽ ശരിയെന്നും തെറ്റ് ചെയ്താൽ തെറ്റെന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തില്ലേ പിന്നെ എന്ത് പ്രസക്തി? അപ്പം മീഡിയക്കാർ ആരുടെ അടിമകളൊന്നും അല്ല, ജേർണലിസ്റ്റുകളൊന്നും ആരുടെ അടിമകളല്ല. അപ്പോൾ അവർ തെറ്റിനെ ശരിനെയൊക്കെ അതാത് രീതി കാണും. അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്തു അല്ലെങ്കിൽ കുറേ നല്ല രീതിയിൽ സംസാരിച്ചെന്നുണ്ട് അയാൾക്ക് എന്തും ചെയ്യാം എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു പറഞ്ഞ കാര്യം ശരിക്കും ഈ മെച്യൂറായിപ്പോയി. കാരണം ഇതേ മീഡിയ
വെച്ചിട്ട് തന്നെ ഇവരടക്കം പലരും വിമർശിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ മീഡിയയോട് നല്ലോണം പെരുമാറുന്ന ആൾക്കാരായിരിക്കും. മീഡിയയോട് നല്ലോണം പെരുമാറുന്ന ആൾക്കാർക്ക് എതിരെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയണത് വെറും മണ്ടത്തരമാണ്. കാരണം നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കണം, ശരി ചെയ്ത് കഴിഞ്ഞാൽ അഭിനന്ദിക്കണം. അപ്പോൾ മീഡിയയുടെ പ്രവൃത്തി ചെയ്യും. അവർക്ക് വ്യക്തികളില്ല. അവർക്ക് ഈ പറയുന്ന പോലെ എന്താണ് സംഭവിക്കുന്നത് അതിലുള്ള പ്രതികരണങ്ങളും മറ്റൊക്കെയാണ് അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ. അല്ലാതെ അത് ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ് ഒന്നും അല്ല ഇവർ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ഭർത്താവ് അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ പറയുന്നു പുള്ളി വിളിച്ച് സോറി പറഞ്ഞു, മന്ത്രി വിളിച്ച് സോറി പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കുടുംബ പ്രശ്നം പുറത്തോട്ട് വിടേണ്ട ആവശ്യം ഇവർക്ക് തന്നെ ഉണ്ടോ? അത് ഈ പറയുന്ന പോലെ ഇവർ തന്നെ പബ്ലിക് ഫിഗേഴ്സാണ്. സാധാരണക്കാർ ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെ ഒരു അയൽക്കാർ മാത്രം എഴുതുന്ന പോലത്തെ രീതിയിലല്ല ഇവരുടെയൊക്കെ ലൈഫ്. എന്തെങ്കിലും നടന്നാൽ തന്നെ എല്ലാവരും അറിയും. അപ്പോൾ ആ സമയത്ത് ആ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരുടെ ആ സമയത്ത് ഒരു തോന്നല്ല അവർ അങ്ങനെ വിളിച്ചു പറഞ്ഞായിരിക്കാം. അത് പിന്നെ ഒരു വലിയ വാർത്തയായി. കാരണം ആ വാർത്തയായി കഴിഞ്ഞിട്ടും ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണം അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് വീണ്ടും അവർ കുറച്ചും കൂടി ഡാമേജ് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഈ മാപ്പൊക്കെ വരുന്നത്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. ഇപ്പം നമ്മുടെ വീട്ടിലായാലും പല പ്രശ്നങ്ങളുണ്ടാവും, അയൽവക്കത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതിലൊരാൾക്ക് പരാതി ഉണ്ടെങ്കിലോ മറ്റേ പോലീസിനടക്കം ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു കുടുംബ പ്രശ്നത്തിൽ സ്വമേധയാ പോയിട്ട് കേസെടുക്കാൻ പറ്റില്ല. അവരുടെ വീടിൻ്റെ ഉള്ളിൽ നടന്നൊരു കാര്യമാണ്. അതൊരിക്കലും സ്വമേധയാ പോയിട്ട് കേസെടുക്കാൻ പറ്റില്ല. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിട്ട് വെച്ച് ഇവർ രണ്ടുപേരും വലിയ രസത്തിലല്ല എന്നാണ് മൊത്തത്തിൽ തോന്നുന്നത്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് വിളിച്ച് മാപ്പ് പറയുമ്പോൾ ഇവര് അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പം അവരുടെ കുറിച്ച് അഭിപ്രായം പറയാൻ ഈ കേരളത്തിലുള്ള ആർക്കും അവകാശമില്ല. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ചിലതിന് ക്ഷമിച്ചു കൊടുക്കും. എന്തോരം സ്ത്രീകൾ ഭർത്താക്കന്മാർ ഭയങ്കര മുഴുക്കുടിയന്മാരായിട്ടും പല പെണ്ണുങ്ങളെ പിടിച്ചിട്ടും ഇപ്പോഴും ക്ഷമിച്ച് ജീവിക്കുന്നുണ്ട്. സ്വന്തം മക്കളാലോചിച്ച് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് ആലോചിച്ച് എന്തോരം പേര് ക്ഷമിച്ച് ജീവിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ മാത്രമല്ല, ക്ഷമിക്കാൻ കഴിയുന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. അവർ പരാതിയായിട്ട് ഫോർവേഡ് ചെയ്തു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അതിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മന്ത്രിസ്ഥാനം പോയാനെ. ഇപ്പോൾ ഗണേഷ് കുമാർ ചിലപ്പോൾ പറയാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടാനെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ. ഇപ്പോൾ ഭാര്യ പറയുന്നുണ്ട് തെളിവുകളൊക്കെ ഉണ്ട്. പരാതി കൊടുക്കാത്തൊരു കാര്യത്തിന് നമ്മൾ അഭിപ്രായം പറയുന്നത് എന്തിനാണ്? അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽവക്കങ്ങളിലുള്ള ആൾക്കാരൊക്കെ പെർഫെക്റ്റ് ആണോ? ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തും ക്ഷമിച്ചൊക്കെ തന്നെ ജീവിക്കണം. അത് ഓരോ സ്ത്രീകൾ തീരുമാനിക്കേണ്ടതാണ്. അഡ്ജസ്റ്റ് ചെയ്യണോ, ഡൈവോഴ്സ് ചെയ്യണോ, പരാതി കൊടുക്കണോ എന്നൊക്കെ ഓരോ സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അവരൊരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിൻ്റെ മൂലം അഭിപ്രായം പറയാൻ നമുക്ക് അഭിപ്രായം, അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു അഭിപ്രായം പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് ക്ഷമിക്കുക എന്നുള്ളത് ഉപരി സഹിക്കുക എന്നുള്ള വാക്കാണ് ശരിക്കും യോജിയായിട്ടെന്ന് തോന്നുന്നത് എനിക്ക്. നിലവിൽ ഈ സാഹചര്യത്തിൽ 5000 പ്രണയങ്ങളിലെ 5000 പ്രണയം വിട്ടില്ല പ്രണയം എന്ന് പറഞ്ഞ സാധനം ഉള്ള ഇങ്ങനെ കേൾക്കുന്നു. അത് മാധ്യമങ്ങളോട് ഇങ്ങനെ ഈ ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് അത് ഞാൻ സമയത്ത് സങ്കടം വന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ക്ഷമിച്ചു കൊടുക്കും. അതന്നെ തുറന്നടിച്ച് പറയാം. അത് ക്ഷമിക്കല്ലല്ലോ, സഹിക്കല്ലേ ഗണേഷ്കുമാറിനെ സഹിക്കല്ലേ പറഞ്ഞത്. അത് മാത്രമല്ല അവരുടെ വീട്ടിലെ കാര്യങ്ങളിൽ നിന്നൊന്നും വിടൂ. ഇപ്പൊ പുള്ളിക്കാരനെ ചെയ്തിട്ടാണെങ്കിൽ തെറ്റാണ്. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് പുള്ളിക്കാരനെ പോയി അറസ്റ്റ് ചെയ്യാനോ രാജിവെക്കണമെന്ന് പറയാൻ നമ്മളാരാണ്? അത് പുള്ളിക്കാരൻ തീരുമാനിക്കേണ്ടതാണ്. പരാതി കൊടുക്കണമെന്നുള്ളത് ഭാര്യ തീരുമാനിക്കേണ്ടതാണ്. അതിനിടയിൽ നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് എന്തിനാണ്? വേസ്റ്റ് ഓഫ് ടൈമാണിത്. കുറച്ചധികം ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് എല്ലാവരും വേണ്ടി കാത്തുത്തിരിക്കുകയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരണം? ഞാൻ ആലോചിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു, തൊട്ട് അയൽവക്കത്തെ ചേട്ടനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരു കാരണവരോ അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആക്കുമോ നിങ്ങൾ? അത് ഒത്തുതീർപ്പായെങ്കിൽ പിന്നെ അതിൻ്റെ മൂലം അഭിപ്രായം പറഞ്ഞ് വീണ്ടും വീണ്ടും അതിനൊരു പ്രതിസന്ധിയിലോട്ട് കൊണ്ടുപോകണം എന്തിനാണ്? ഇവർ പരാതി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പോലെ നമുക്ക് കേസായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതൊരു പരാതി പോലും കൊടുത്തിട്ടില്ല. ആ കാര്യത്തിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? വേസ്റ്റ് ഓഫ് ടൈമാണ്. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ലാണ്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈമാണ് ഇതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിങ്ങനെ പരാതി കൊടുത്തില്ലല്ലോ, എന്തുകൊണ്ട് ക്ഷമിച്ചു, 5000 പ്രണയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഡയലോഗ് അടിച്ചിട്ട് എന്ത് ഗുണം? UDF ഗുണമുണ്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ. കാരണം എന്താ, ഇലക്ഷൻ വരെയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. കാരണം മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നീ പകപോക്കുവാണല്ലേടാ എന്ന് പറയണ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം നോക്കിയിരിക്കുക. ആരെങ്കിലും പെണ്ണുപിടിയിൽ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് അവസരം നോക്കിയിരിക്കുക. കാരണം കൂട്ട് കിട്ടിയല്ലോ. അപ്പോൾ തന്നെ
ഒരു കൂട്ട് കിട്ടിയ പോലെയാണ് പുള്ളിക്കാരനൊക്കെ. ഏത് നീയും പെട്ടു എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ പുള്ളി പ്രതികരിക്കും. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളൊക്കെ ഉപരി ഈ സ്ത്രീ വിഷയങ്ങളിൽ പെടാത്ത, ആരോപണ വിധേയരല്ലാത്ത ആരെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കട്ടെ. അങ്ങനെയുള്ളവരോടൊക്കെ പോയിട്ട് ഈ മാധ്യമങ്ങൾ ചോദിക്കട്ടെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഗോവിന്ദചാമയുടെ അടുത്തോടാണോ അഭിപ്രായം പറയാൻ ചോദിക്കണേ? അത് ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ ശത്രുക്കൾ പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ്, പുറത്തല്ലെന്ന്. അതിനെപ്പറ്റി എന്നാ പറയാനുള്ളത്? എനിക്കറിയാം ഗണേഷ് കുമാറിനോട് ഞാൻ പുള്ളിനെ കുറിച്ച് എന്തോ പറയാം. അത് മാത്രമല്ല പുള്ളിയുടെ ശത്രുക്കളെ വിട്ടുക. എനിക്ക് ഞാൻ പുള്ളിയുടെ PA വല്ലോളാം. ഇയാള് തന്നെ വിട്ടില്ലേ? ഇതിന് എന്നോട് കുറച്ച് രാഷ്ട്രീയം അറിയാമെന്ന് വെച്ചിട്ട് ഇവരുടെ എല്ലാവരും വീട്ടിലെ കാര്യം ഞാൻ ഒരു അടുക്കളയിൽ നടക്കുന്നത് എനിക്കറിയാം. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റം പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും തെറ്റിയതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനാണ്. ഞാൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അച്ഛനത് മാറ്റി പറയും. അതല്ല നിന്നെ പിടിച്ചടിച്ചിട്ടില്ലേ അച്ഛൻ? നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ലേ? ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ലേ? പറയൂ. അത് പറയണ നന്നാവാൻ വേണ്ടിയാണ് പറയണത്. അല്ലാണ്ട് മകന് മറ്റേ ജീവപരുന്ന കഠിനടവ് മേടിച്ചു കൊടുക്കാനല്ല. നന്നായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ നല്ലത് പറയും. ജനങ്ങളും അങ്ങനെ തന്നെ. നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടുള്ള മനസ്സ് വേണം. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പോലെ തെറ്റ് ചെയ്തിട്ടും കിടന്ന് മെഴുകരുത്. മെഴുകി ന്യായീകരിച്ചിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ വലിയ മാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ പുള്ള സ്നേഹിച്ച കുറേ അണികളെയും കൂട്ടിയിട്ട് അതുങ്ങളൊക്കെ കണ്ണി പൊടിയിടരുത്. തെറ്റ് ചെയ്ത് പോയി. ആ വേടനൊക്കെ പിന്നെയും കുറച്ച് മാന്യനാണ്. കാരണം എന്തോ ഒരു പീഡന കേസൊക്കെ വന്നപ്പോൾ ഞാനത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതായത് തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ബെറ്റർ ആവാൻ പറ്റുള്ളൂ. അതായത് ഒരു രോഗി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഡോക്ടറിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കൈയടി കിട്ടും നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ നോക്കിയേ, പണ്ട് കുറേ പേരൊക്കെ കുറേ ജയിലിലൊക്കെ കിടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ സമൂഹം ഒരു വിധത്തിലെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അന്നങ്ങനെ ചെയ്തു പോയി, ഇന്ന് ഞങ്ങൾ മാറി, ഇന്ന് ഞങ്ങൾ നല്ലൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ സേവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അർത്ഥമുണ്ട്. അല്ലാണ്ട് വീണ്ടും കിടന്ന് ന്യായീകരിച്ച് മെഴുകി മനസ്സിലായി. അതായത് ക്യാമറക്ക് മുമ്പിൽ പോലും സത്യം എന്നുള്ള രീതിയിൽ കള്ളം പറയുന്നതിൽ ഇവർക്കൊരു ടെൻഷൻ പോലും ഇല്ല. വാക്കുകൾ ഇടാതെ ഇവർ കള്ളം പറയാൻ പറ്റുന്നു. അതാണ് ഈ രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ള ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിചാരം താൻ ചെയ്തത് മറച്ചു വെച്ച് താനൊരു മാന്യനാണെന്ന് കാണിക്കുന്നതാണ് മാസം എന്നാണ് വിചാരം. പക്ഷെ അല്ല, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നതിലാണ് കയ്യടി ഇരിക്കുന്നത്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും ജനങ്ങൾ. അല്ലാതെ കുമ്പസരിക്കാൻ പറ്റാത്തവനൊന്നും തെറ്റ് ചെയ്യാൻ പോരുത്.